വേണ്ടാണ്ട് എന്നെ ഒന്ന് പിടിച്ച് പൊന്തിക്ക്. നിങ്ങൾ ആദ്യം എന്നെ ഒന്ന് പിടിച്ച് പൊന്തിക്ക്. അയ്യോ എന്താടാ, ഇനിയിപ്പോൾ ആ പ്രേതം റൂമിന്റെ പുറത്ത് വരുമോ? നീ വേഗം റൂമിന്റെ കതകടക്ക്. രക്ഷപ്പെട്ട്. ഞാൻ രക്ഷപ്പെട്ടില്ലടാ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്. അവനെ മാത്രമല്ല എന്നെയും ഞാനും രക്ഷപ്പെട്ടില്ല. ഇതാ എന്റെ കൈ പിടിച്ച് എഴുന്നേൽക്ക്. താങ്ക് യു കുഞ്ഞിപ്പാത്തേന്റെ. അയ്യോ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. വലിച്ചിട്ട് വരുന്നില്ലല്ലോടാ. എങ്ങനെ വരാനാ? എന്റെ കാലിലല്ലേ ഇവരുള്ളത്. എന്റെ കുഞ്ഞാമിത്ത ഒന്ന് എഴുന്നേൽക്ക്. ശ്രമിക്കുന്നുണ്ടടാ, പറ്റുന്നില്ല. നല്ലോണം ശ്രമിക്കേ. അയ്യോ മുക്കണ്ട കുഞ്ഞാമി, ഇനി മുക്കണ്ട. നിന്റെ കൈ കാട്ട്, ഞാൻ വലിക്കാം. വരട്ടെ വരട്ടെ വരട്ടെ. ആരാ വരുന്നേ? ആരും വരുന്നതല്ല, നിന്റെ ബാക്കോട്ടേക്ക് വരാൻ പറഞ്ഞതാ. ഇനിയും വരട്ടെ വരട്ടെ വരട്ടെ. മതി മതി, നിർത്ത് നിർത്ത്. ഇപ്പൊ ശരിയായി. അല്ലടി, വല്ലതും സംഭവിച്ചിക്കോ? ഏയ് ഇല്ലടി, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതിന് നിനക്ക് സംഭവിച്ചിട്ടുണ്ടോന്നല്ല ഞാൻ ചോദിച്ചത്, എനിക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോന്നാ. നിനക്കായിരുന്നോ? നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. സമാധാനമായി. അല്ല പെണ്ണുങ്ങളെ, നിന്നെ വിളിക്കുന്നടി. അവരെയല്ല, നിങ്ങളെ തന്നെ വിളിച്ചത്. എന്താ? അല്ല നിങ്ങൾ എന്നാ വിചാരിച്ചത്? ഞാൻ വിചാരിച്ച അവളെയാ വിളിച്ചതെന്ന്. അതല്ല. പിന്നെന്തെന്നാ നിങ്ങൾ എന്നാ വിചാരിച്ചത്? നിങ്ങൾക്ക് വല്ലതും പറ്റിയെന്നാ? നിങ്ങൾക്കെല്ലാം ഒന്നും പറ്റിയത് മുഴുവൻ എനിക്കാ. എന്തെന്ന് ഇങ്ങനെ നോക്കുന്നത്? അല്ല നിനക്ക് എന്നാ പറ്റിയതെന്ന് നോക്കിയതാ. അതിനെനിക്ക് ഇവിടെയൊന്നുമല്ല പറ്റിയത്. ഇത് നോക്ക്. എന്തെന്ന്? അയ്യേ അതമിന്റെ ചന്തിയല്ലേ. അയ്യേ എടാ, ഇതാണ് നീ കാര്യമായിട്ട് കാണിച്ചു തരുന്നത്? എന്ത്? നിന്റെ ഇത് തന്നെ. ചവിട്ടുന്നോ? ഞാൻ ചവിട്ടിയതല്ല, ഒന്ന് കാണിച്ചു തന്നതാ. നിങ്ങൾ ഇപ്പോൾ കാര്യമായിട്ട് അതാണോ നോക്കിയത്? നീ ഇപ്പോൾ കാര്യമായിട്ട് അതല്ലേ കാണിച്ചു തന്നത്? ഞാൻ നിങ്ങൾക്ക് അതൊന്നുമല്ല കാണിച്ചു തന്നത്. പിന്നെന്തെന്നാ? ഈ ഇരിക്കുന്ന സാധനത്തിന്മേൽ കൊളത്തി എന്റെ ബാഗും ഷർട്ടും കീറിയിട്ടാണുള്ളത്, അതാണ് കാണിച്ചു തന്നത്. അത് കീറിയാൽ അത് കാണിച്ചു തരണം, അല്ലാണ്ട് നിന്റെ ചന്തി കാണിച്ചു തന്നാൽ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകാനാ? അങ്ങനെ തെറിച്ചു വീണ എനിക്കാണ് വേദനയായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിനക്കാണ് വേദനയായിട്ടുണ്ടാവുക? എടി കുഞ്ഞമ്മി, നീ അവനോട് ഇങ്ങനെ ചൂടാവില്ല. നീ കേൾക്കുന്നില്ലടി കുഞ്ഞു പാത്തു അവന്റെ വർത്താനം. ഞാൻ അങ്ങനെ തെറിച്ചു വീണതാണ്, അപ്പോൾ എനിക്കല്ലേ ശരിക്കും വേദനയായിട്ടുണ്ടാവുക? എടി കുഞ്ഞമ്മി, അവൻ ചെറിയ കുട്ടിയല്ലേ, അതിനെന്താ? നീ വീണത് അവന്റെ ദേഹത്തല്ലേ, അപ്പോൾ അവനും വേദനയായിട്ടുണ്ടാവുമെടി. നീ ഇങ്ങനെ തർക്കിക്കാതെ, പാവം അവന് വിഷമമായിട്ടുണ്ടാകും. ചെറുക്ക, നിന്റെ ഓരോരോ വർത്താനം കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം പിടിക്കുന്നത്, മനസ്സിലായിനാ? ഇനി മേലാൽ അങ്ങനെ സംസാരിക്കരുത്. അല്ല എന്നിട്ട് വീണിട്ട് വല്ലതും പറ്റിയിക്കോ? ഇല്ല കുഞ്ഞാമിത്ത, എനിക്ക് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അതിന് നിനക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോന്നല്ല ഞാൻ ചോദിച്ചത്, എനിക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോന്നാ. നീ ഒന്ന് നോക്കിയേ, ആ പ്രേതം തേങ്ങ കൊണ്ട് എന്നെ എറിഞ്ഞിട്ട് ഞാൻ പറന്നു വീണതാണ്. എന്റെ ഡ്രസ്സൊന്നും കീറിയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല. സമാധാനമായി. എടി കുഞ്ഞിപ്പാത്തു, നീ നടക്ക്, നമുക്ക് പോയിട്ട് നല്ല ചായ ഒക്കെ കുടിക്കാലോ. അല്ല നിങ്ങളൊക്കെ എന്നാ കളിക്കുന്നത്? എന്താടാ നിങ്ങൾ ചായയും ബിസ്ക്കറ്റൊക്കെ തിന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ? ഇവിടെയല്ല, അങ്ങ് അടുക്കളയിലാ ഇരിക്കുന്നത്. അതല്ല,